മിസ്യോ ടീമിൽ നിന്ന് പുറത്തിറങ്ങുന്ന മിസ്യോ വൈബ്സ് എന്ന മുഖപത്രത്തിൻ്റെ ലക്കം 56 വായനയിലേക്കും കേൾവിയിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈശോയ്ക്ക് മഹത്വമുണ്ടാകട്ടെ. ഉദ്ഭവപാപം സ്വാതന്ത്ര്യത്തിൻ്റെ പരീക്ഷണം എന്ന ലേഖനമാണ് ആദ്യത്തേത്. മിസ്യോ ടീമിൻ്റെ ആത്മീയ ഉപദേഷ്ടാവ് റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF രചിച്ച ലേഖനമാണിത്. തങ്ങളുടെ ആദ്യ പാപം മൂലം വ്രണിതവും തന്മൂലം ഉദ്ഭവവിശുദ്ധിയും നീതിയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യപ്രകൃതിയെയാണ് ആദവും ഹവ്വായും തങ്ങളുടെ പിൻഗാമികൾക്ക് പകർന്നു കൊടുത്തത്. ഈ നഷ്ടാവസ്ഥയെയാണ് ഉദ്ഭവപാപം എന്ന് വിളിക്കുന്നത്. ആദ്യ മനുഷ്യൻ എന്ന നിലയിൽ ആദം സ്വന്തം പാപം മൂലം ദൈവദത്തമായ ഉദ്ഭവവിശുദ്ധിയും നീതിയും നഷ്ടമാക്കി. തനിക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും നഷ്ടമാക്കി. മനുഷ്യൻ നീതിയിലാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും ദുഷ്ടാരൂപിയുടെ പ്രലോഭനത്തിന് അടിമപ്പെട്ട് ദൈവത്തിനെതിരായി സ്വരമുയർത്തിയും ദൈവത്തെ കൂടാതെ തൻ്റെ പരമലക്ഷ്യം നേടാൻ അത്യാഗ്രഹിച്ചും ചരിത്ര ആരംഭത്തിൽ തന്നെ അവൻ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു. ഉൽപ്പത്തി 13:1. ഉദ്ഭവ പാപഫലമായി മനുഷ്യപ്രകൃതിയുടെ കഴിവുകൾ ദുർബലങ്ങളായി. അജ്ഞത, വേദന, മരണത്തിൻ്റെ ആധിപത്യം മുതലായവയ്ക്ക് മനുഷ്യപ്രകൃതി വിധേയമാവുകയും പാപപ്രവണത രൂഢമൂലമാവുകയും ചെയ്തു. ഈ പാപപ്രവണതയെയാണ് പാപാസക്തി എന്ന് വിളിക്കുന്നത്. CCC 415 മുതൽ 418 വരെ. തെന്തോസ് സൂനകദോസിനോടൊപ്പം നാം വിശ്വസിക്കുന്നത് ഇതാണ്: മനുഷ്യപ്രകൃതിക്കൊപ്പം ഉദ്ഭവപാപം ഓരോ മനുഷ്യനിലേക്കും സംക്രമിക്കുന്നത് പ്രജനനത്തിലൂടെയാണ്, അനുകരണത്തിലൂടെയല്ല. ഉദ്ഭവപാപം ഓരോ മനുഷ്യനും വ്യക്തിപരമായി ഉള്ളതാണ്. പാപം നമ്മിൽ നിന്ന് അപഹരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങളാണ് പാപത്തിന്മേൽ ക്രിസ്തു വരിച്ച വിജയം നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. പാപം വർദ്ധിച്ചെടുത്ത് കൃപാവരം അതിലേറെ സമൃദ്ധമായി. റോമ 5:20. ക്രൈസ്തവരുടെ വിശ്വാസം ഇതാണ്: സൃഷ്ടാവിൻ്റെ സ്നേഹം മൂലം ലോകം പുനഃസ്ഥാപിക്കപ്പെടുകയും നിലനിർത്തപ്പെടുകയും ചെയ്യുന്നു. ലോകം പാപത്തിൻ്റെ ദാസ്യത്തിൽ നിപതിച്ചെങ്കിലും ദുഷ്ടശക്തിയെ തകർക്കാനായി ക്രൂശിക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്ത ക്രിസ്തു അതിനെ സ്വതന്ത്രമാക്കി. പിശാചിൻ്റെ പ്രലോഭനത്തിന് വിധേയനായ മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിലുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ നിർജ്ജീവമാക്കി. സ്വാതന്ത്ര്യം ദുർവിനിയോഗിച്ചുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ചു. മനുഷ്യൻ്റെ ആദ്യ പാപം ഇതിൽ അടങ്ങിയിരിക്കുന്നു. തുടർന്നുള്ള എല്ലാ പാപങ്ങളും ദൈവത്തോടുള്ള വിധേയത്വരാഹിത്യവും അവിടുത്തെ നന്മയിലുള്ള വിശ്വാസരാഹിത്യവുമാണ്. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു, അവനെ തൻ്റെ സൗഹൃദത്തിൽ സ്ഥാപിച്ചു. ദൈവത്തോടുള്ള സ്വതന്ത്രമായ വിധേയത്വത്തിലൂടെ അല്ലാതെ ഈ സ്നേഹബന്ധത്തിൽ ജീവിക്കുവാൻ ആത്മീയ സൃഷ്ടിയായ മനുഷ്യന് സാധ്യമല്ല. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന വിലക്ക് ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്ന ദിവസം നീ തീർച്ചയായും മരിക്കും. ഉൽപ്പത്തി 2:17. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം പ്രതീകാത്മകമായി ദ്യോതിപ്പിക്കുന്നത് സൃഷ്ടി എന്ന നിലയ്ക്ക് മനുഷ്യനുള്ള മറികടക്കാനാവാത്ത പരിമിതികളെയാണ്. ഈ പരിമിതികളെ സ്വതന്ത്രമായി അംഗീകരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ഇവയെ ആദരിക്കേണ്ടതുണ്ട്. മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നു. സൃഷ്ടി നിയമങ്ങൾക്കും സ്വാതന്ത്ര്യ വിനിയോഗത്തെ നിയന്ത്രിക്കുന്ന ധാർമ്മിക അനുശാസനങ്ങൾക്കും അവൻ വിധേയനാണ്. CCC 396. ആദ്യത്തെ ഈ അനുസരണമില്ലായ്മയുടെ ദുരന്ത ഫലങ്ങളെ വിശുദ്ധ ലിഖിതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദത്തിനും ഹവ്വായ്ക്കും അവരുടെ ഉത്ഭവവിശുദ്ധിയുടെ കൃപാവരം തൽക്ഷണം നഷ്ടമാകുന്നു. റോമ 3:23. ദൈവത്തെ അവർ ഭയപ്പെടുന്നു. ദൈവത്തെപ്പറ്റി വികലമായ ഒരു ധാരണ, തൻ്റെ പ്രത്യേക അവകാശാധികാരങ്ങളെ പ്രതി അസൂയാലുവായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ധാരണ അവർ മനസ്സിൽ രൂപീകരിക്കുന്നു. ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിൻ്റെ മേലുണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു. സ്ത്രീ പുരുഷ ബന്ധം സംഘർഷാത്മകമായി. ലൈംഗിക ദുരാശയും ആധിപത്യവും അവരുടെ ബന്ധങ്ങളെ പ്രത്യക്ഷമായി. ഉൽപ്പത്തി 3:7-16 തിരുവാക്യങ്ങൾ. ആ ആദ്യ പാപത്തിനു ശേഷം ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒരു പാപത്തിൻ്റെ പിടിയിൽ അമർത്തി നിൽക്കുന്നു. കായേൻ സ്വസഹോദരൻ ആബേലിനെ വധിക്കുന്നു. പാപത്തെ തുടർന്ന് മനുഷ്യവംശം സാർവത്രികമായ ജീർണതയ്ക്കിരയാകുന്നു. അങ്ങനെ തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും പാപം തുടരെ തലപൊക്കുന്നതായി കാണാം. പ്രത്യേകമായി ഉടമ്പടി ചെയ്ത ദൈവത്തോടുള്ള അവിശ്വസ്തതയായും മോശയുടെ നിയമത്തിൻ്റെ ലംഘനമായും ഇസ്രായേലിൻ്റെ പാപം പ്രത്യക്ഷപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിനു ശേഷം പോലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവിധ മാർഗങ്ങളിലൂടെ പാപം തലയുയർത്തുന്നുണ്ട്. റോമ
1:18-32 വാക്യങ്ങൾ. വിശുദ്ധ ലിഖിതവും സഭാ പാരമ്പര്യവും മാനവ ചരിത്രത്തിലെ പാപത്തിൻ്റെ സാന്നിധ്യവും സാർവജനീനത്വവും നിരന്തരം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ദൈവ വെളിപ്പാട് നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യുന്ന സത്യത്തെ നമ്മുടെ അനുഭവം സ്ഥിരീകരിക്കുന്നു. എന്തെന്നാൽ മനുഷ്യൻ സ്വന്തം ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തിന്മയിലേക്ക് താൻ ആകർഷിക്കപ്പെടുന്നതായും നിരവധി തിന്മകളിൽ താൻ മുഴുകിപ്പോകുന്നതായും കാണുന്നു. ഈ തിന്മകൾ അവൻ്റെ നല്ലവനായ സൃഷ്ടാവിൽ നിന്ന് വരിക സാധ്യമല്ല. തൻ്റെ പ്രഭവസ്ഥാനമായി ദൈവത്തെ അംഗീകരിക്കാൻ മനുഷ്യൻ പലപ്പോഴും വിസമ്മതിക്കുന്നു. തത്ഫലമായി അവന് തൻ്റെ പരമലക്ഷ്യത്തോടുണ്ടായിരിക്കേണ്ട ബന്ധത്തിനും തന്നോട് തന്നെയും ഇതര മനുഷ്യരോടും എല്ലാ സൃഷ്ടികളോടും ഉണ്ടായിരിക്കേണ്ട ആഭിമുഖ്യത്തിനും ഉലച്ചിൽ തട്ടുന്നു. ഉൽപ്പത്തി 13:1. സർവ്വ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ ഉൾപ്പെടുന്നു. വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുന്നു, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ, അതായത് എല്ലാ മനുഷ്യരും പാപികളായി. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:12-19. ആദത്തിൻ്റെ പാപം എങ്ങനെയാണ് അവൻ്റെ സർവ്വസന്തതികളുടെയും പാപമായി തീർന്നത്? ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യൻ്റെ ഏക ശരീരം ആണ്. മനുഷ്യവംശത്തിൻ്റെ ഈ ഐക്യം മൂലം സർവ്വ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ പങ്കുകാരായി. സർവരും ക്രിസ്തുവിൻ്റെ നീതിയിൽ പങ്കുകാരായതുപോലെ എന്നിരുന്നാലും ഉദ്ഭവ പാപത്തിൻ്റെ സംക്രമണം നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാനാകാത്ത ഒരു രഹസ്യമാണ്. എങ്കിലും ആദം ഉദ്ഭവ വിശുദ്ധിയും നീതിയും സ്വീകരിച്ചത് തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, പ്രത്യുത മനുഷ്യപ്രകൃതിക്ക് മുഴുവൻ വേണ്ടിയായിരുന്നുവെന്ന് വെളിപ്പാടിലൂടെ നാം അറിയുന്നു. പ്രലോഭകന് വഴങ്ങിക്കൊടുക്കുക നിമിത്തം ആദവും ഹവ്വായും വ്യക്തിപരമായ ഒരു പാപം ചെയ്തു. ഈ പാപം മനുഷ്യപ്രകൃതിയെ ബാധിച്ചു. ഈ പ്രകൃതിയെയാണ് ആദിമാതാപിതാക്കന്മാർ തങ്ങളുടെ നിപതിച്ച അവസ്ഥയിൽ പിൻതലമുറകളിലേക്ക് സംക്രമിപ്പിക്കേണ്ടിയിരുന്നത്. കൗൺസിൽ ഓഫ് ട്രെൻറ്റ് 1511, 1512. ഉദ്ഭവ പാപം ഓരോ വ്യക്തിക്കുമുള്ളതാണെങ്കിലും ആദത്തിൻ്റെ പിൻഗാമികളിലാരിലും അതിന് വ്യക്തിപരമായ ഒരു തെറ്റിൻ്റെ സ്വഭാവം ഇല്ല. ഉദ്ഭവ വിശുദ്ധിയുടെയും നീതിയുടെയും അഭാവമാണ് ഉദ്ഭവ പാപം. എന്നാലും മനുഷ്യപ്രകൃതി പൂർണ്ണമായി പങ്കിലമായിട്ടില്ല. മനുഷ്യപ്രകൃതിക്ക് സഹജമായ കഴിവുകളെയെല്ലാം അത് ക്ഷതപ്പെടുത്തി. അങ്ങനെ മനുഷ്യൻ അജ്ഞതയ്ക്കും വേദനയ്ക്കും മരണത്തിൻ്റെ ആധിപത്യത്തിനും അധീനനായി. പാപത്തിലേക്കുള്ള പ്രവണത, പാപാസക്തി എന്ന് വിളിക്കപ്പെടുന്ന തിന്മയിലേക്കുള്ള ഈ പ്രവണത അവനിൽ രൂഢമൂലമായി. എന്നാൽ മാമോദീസ ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൻ്റെ ജീവൻ പ്രദാനം ചെയ്തുകൊണ്ട് മനുഷ്യനിലെ ഉദ്ഭവ പാപം നീക്കിക്കളയുകയും അവനെ തിരികെ ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. എങ്കിലും ദുർബലമാക്കപ്പെട്ടതും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതുമായ മനുഷ്യപ്രകൃതിക്ക് ഏറ്റ ക്ഷതത്തിൻ്റെ അനന്തരഫലങ്ങൾ മനുഷ്യനിൽ നിലനിൽക്കുകയും ആധ്യാത്മിക സമരത്തിനായി അവനെ അവ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഉദ്ഭവ പാപത്തിൻ്റെ സംക്രമണത്തെപ്പറ്റി ഉള്ള സഭാപ്രബോധനം 5-ാം ശതകത്തിൽ കൂടുതൽ നിഷ്കൃഷ്ടമായി ക്രോഡീകരിക്കപ്പെട്ടു. പെലാജിയൂസിൻ്റെ പാഷണ്ഡതയ്ക്കെതിരായി വിശുദ്ധ ആഗോസ്തീനോസ് ഉന്നയിച്ച വാദഗതികളിൽ നിന്ന് പ്രത്യേകമായി പ്രചോദനം സ്വീകരിച്ചുകൊണ്ടായിരുന്നു അത്. പിന്നീട് 16-ാം ശതകത്തിൽ പ്രോട്ടസ്റ്റൻ്റ് നവീകരണത്തിനെതിരായുള്ള സഭാപ്രബോധനത്തിലൂടെയും ഉദ്ഭവ പാപത്തിൻ്റെ സംക്രമണത്തെ സംബന്ധിച്ച പ്രബോധനത്തിന് വ്യക്തത കൈവന്നു. സ്വതന്ത്ര മനസ്സിൻ്റെ സഹജ കഴിവുകൾ ഉപയോഗിച്ച് തന്നെ ദൈവാനുഗ്രഹത്തിൻ്റെ അവശ്യ സഹായമില്ലാതെ ധാർമ്മികമായ നല്ല ജീവിതം നയിക്കുവാൻ മനുഷ്യന് കഴിയുമെന്ന് പെലാജിയൂസ് വാദിച്ചു. ആദം ചെയ്ത പാപത്തിൻ്റെ സ്വാധീനത്തെ വെറുമൊരു ദുർമാതൃകയായി പെലാജിയൂസ് ലഘൂകരിച്ചു. നേരെ മറിച്ച് ആദ്യകാല പ്രൊട്ടസ്റ്റൻ്റ് നവീകരണക്കാർ ഉദ്ഭവപാപം മനുഷ്യനിൽ അടിസ്ഥാനപരമായ മാർഗഭ്രംശം ഉണ്ടാക്കുകയും സ്വാതന്ത്ര്യത്തെ നിശേഷം നശിപ്പിക്കുകയും ചെയ്തുവെന്ന് പഠിപ്പിച്ചു. ഓരോ മനുഷ്യനും പരമ്പരാഗതമായി ലഭിക്കുന്ന പാപവും മനുഷ്യൻ്റെ അജയ്യമായ പാപാസക്തിയും ഒന്നുതന്നെയാണെന്ന് അവർ വാദിച്ചു. ഉദ്ഭവ പാപത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ അർത്ഥമെന്തെന്ന് 2-ാം ഓറഞ്ച് സൂനകദോസിലും 529, തെന്ത്രോസ് സൂനകദോസിലും 1546 സഭ ആധികാരികമായി പ്രഖ്യാപിച്ചു. CCC 405 പറയുന്നു. ലേഖനം പൂർണ്ണമാവുകയാണ്. എല്ലാം നല്ലതെന്ന് കണ്ടു. പ്രൊഫസർ CC ആലിസൂട്ടി ആൻറ്റി രചിച്ച മറ്റൊരു ലേഖനമാണ് അടുത്തത്. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സർവശക്തനായ സ്നേഹം തന്നെയായ ദൈവം അവിടുത്തെ ആത്മപ്രകാശനമായി നടത്തിയ സൃഷ്ടികർമ്മം
വളരെ നന്നായിരുന്നു. തൻ്റെ രൂപത്തിലും ഛായയിലും സ്വന്തം മക്കളായി സകലരും സഹോദരരും ഭൂമി പൊതുഭവനവുമായി ജീവൻ്റെ സമൃദ്ധിയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവമനുഷ്യ പങ്കാളിത്തത്തോടെ ആഘോഷമായി ദൈവകുടുംബവുമായുള്ള പർദീസ ജീവിതം അതുതന്നെയല്ലേ അവിടുന്ന് ആഗ്രഹിച്ചതും 2000 വർഷം മുമ്പ് യേശുക്രിസ്തുവിലൂടെ പുനഃസ്ഥാപിച്ച് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ നമ്മെ ഭരമേൽപ്പിച്ചതും. അനന്തമായ സ്നേഹത്തോടും അചഞ്ചലമായ വിശ്വസ്തയോടും കൂടെ പെറ്റമ്മയേക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന, കത്തിയെരിയുന്ന തീയിലൂടെ നടക്കുമ്പോൾ പൊള്ളലേൽക്കാതെയും കുത്തിയൊഴുകുന്ന നദിയിലൂടെ നടക്കുമ്പോൾ മുങ്ങിപ്പോകാതെയും കാക്കുന്ന പിതൃകരുതൽ നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആർക്കാണ് മാറ്റം സംഭവിച്ചത്, എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാകാൻ സാധ്യതയില്ല, നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ആകണം. ദൈവഹിതത്തോട്, ദൈവകരുണയോട്, ദൈവവിളിയോട് ഭാവാത്മകമായി പ്രത്യുത്തരിക്കുന്നതിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച പരിശോധിച്ച് നമുക്ക് തിരുത്താൻ ശ്രമിക്കാം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെന്നും മനുഷ്യരെല്ലാവരും ജീവൻ്റെ സമൃദ്ധി അനുഭവിച്ച് ദൈവമക്കളായി കൂട്ടായ്മയിൽ ദാരിദ്ര്യവും അനീതിയും പാർശ്വവൽക്കരണവും രോഗങ്ങളും അടിച്ചമർത്തലുകളും ഒന്നുമില്ലാതെ പരസ്പര ആദരവിലും സ്നേഹത്തിലും പങ്കുവെക്കലിലും സഹകരണത്തിലും സമൃദ്ധിയിലും പരിശുദ്ധ ത്രിത്വത്തിലെ കൂട്ടായ്മയിൽ എന്ന വിധം തന്നെ ജീവിക്കണമെന്നല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് ആ ദൈവരാജ്യ അനുഭവം നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും കൈവരുത്തുന്നതിന് പരിശ്രമിക്കാം. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാനായി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കഴിവുകളും സാധ്യതകളും മനസ്സിലാക്കി എല്ലാവരെയും ഈ ലക്ഷ്യപ്രാപ്തിക്കായി കൂട്ടിച്ചേർത്ത് നമ്മുടെ തീക്ഷ്ണതയും ആവേശവും അതിനായി സമർപ്പിക്കാം. രക്ഷയുടെ സുവിശേഷം സകലരുമായും പങ്കുവച്ച് എന്നെ കാണുന്നവൻ ഈശോയെ കാണുന്നു എന്നുറപ്പാക്കത്തക്ക രീതിയിൽ ജീവിക്കാൻ നമുക്ക് തയ്യാറാകാം. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നത് വഴി സകലവും കൂട്ടിച്ചേർക്കപ്പെടുമെന്നത് കാണുവാൻ നമുക്കിടവരട്ടെ. ടോമിച്ചൻ പുല്ലങ്കാവുങ്കൽ രചിച്ച സുവിശേഷവത്കരണം അനിവാര്യമായ മനംമാറ്റമാണ് എന്ന ലേഖനമാണ് അടുത്തത്. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം അധ്യായം 28, 19, 20 വാക്യങ്ങൾ. യേശുക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നൽകിയ മഹത്തായ ഈ കൽപ്പനയാണ് കത്തോലിക്ക സഭയുടെ സുവിശേഷവൽക്കരണ ദൗത്യത്തിൻ്റെ അടിത്തറ. സുവിശേഷവൽക്കരണം എന്നത് യേശുക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തിനു വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയും അവിടുന്ന് ഒഴുക്കിയ സ്നേഹവും ലോകത്തിന് അനുസ്യൂതം പകർന്നു നൽകുന്നതും ലോക മനസാക്ഷിയെ സുവിശേഷ മാനദണ്ഡങ്ങൾക്കനുസൃതമായി രൂപാന്തരപ്പെടുത്തുന്നതുമാണ്. ഇത് വെറും വാക്കുകളിൽ മാത്രമായി ഒതുക്കാവുന്നതുമല്ല. പ്രത്യുത ജീവിത സാക്ഷ്യത്തിലൂടെയും ജീവകാരുണ്യ പ്രവൃത്തികളിലൂടെയും ദൈവരാജ്യം ലോകത്തിൽ പ്രകടമാക്കുന്ന ഒരു ക്രിയാത്മക ദൗത്യമാണ്. സുവിശേഷവത്കരണത്തിന് നിഷേധിക്കാനാവാത്ത 2 പ്രധാന മുഖങ്ങളുണ്ട്. നവസുവിശേഷവൽക്കരണം. യേശുക്രിസ്തുവിനെ അറിയാത്തവരിലേക്ക് സുവിശേഷം എത്തിക്കുന്ന ശുശ്രൂഷയാണിത്. ആധുനിക ലോകത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു വിഷയമാണെങ്കിലും സാക്ഷ്യത്തിൻ്റെ പിൻബലത്തോടെയുള്ള സുവിശേഷ പ്രഘോഷണം ഒരു പരിധിവരെ വെല്ലുവിളികളെ ലഘൂകരിക്കുന്നതായി കാണാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകൻ്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നു, അക്രൈസ്തവരെ സുവിശേഷം അറിയിക്കുന്ന മിഷൻ സഭയ്ക്കില്ലെങ്കിൽ സഭയുടെ മിഷണറി സ്വരൂപത്തിൻ്റെ മുഖ്യമായ അർത്ഥവും അതിൻ്റെ പ്രത്യേക ലക്ഷണമാകുന്ന കർമ്മവീര്യവും നഷ്ടമായി പോകും. പുനഃസുവിശേഷവത്കരണം. വിശ്വാസ വ്യതിചലനം സംഭവിച്ച സഭാംഗങ്ങളെയും ആധുനിക ലോകത്തിൻ്റെ ഭൗതികവാദത്തിലും മതനിരപേക്ഷതയിലുമൊക്കെ ഉൾപ്പെട്ട് വിശ്വാസം ദുർബലമായവരെയും വിശ്വാസ തീഷ്ണതയിൽ വളർത്താനുള്ള ദൗത്യം. നിരന്തരം സുവിശേഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഭയ്ക്ക് മാത്രമേ സുവിശേഷകരെ ലോകത്തിലേക്ക് അയക്കാൻ കഴിയൂ. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പ്രഥമ അപ്പസ്തോലിക ആഹ്വാനമായ സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ പറയുന്നു, ഇന്നു തന്നെ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടൽ നവീകരിക്കാൻ എല്ലായിടത്തുമുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും ഞാൻ ക്ഷണിക്കുന്നു. കുറഞ്ഞ പക്ഷം തങ്ങളെ കണ്ടുമുട്ടാൻ അവിടുത്തെ അനുവദിക്കുന്നതിനുള്ള തുറവിയെങ്കിലും ഉണ്ടാകണം. ഓരോ ദിവസവും മുടങ്ങാതെ അവിടുത്തെ തേടാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു.
ഈ ക്ഷണം തന്നെ സംബന്ധിച്ചതല്ലെന്ന് ആരും വിചാരിക്കരുത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊന്നൽ നൽകി. വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ സുവിശേഷവൽക്കരണം സഭയുടെ അടിസ്ഥാന ദൗത്യമാണെന്ന് വ്യക്തമാക്കി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനം വഴി നവസുവിശേഷവൽക്കരണം എന്ന ആശയത്തെ ഉയർത്തിക്കാട്ടി. പോപ്പ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, പോപ്പ് ഫ്രാൻസിസും ഈ ആശയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആധുനിക ലോകത്തിലെ സുവിശേഷവൽക്കരണത്തിൻ്റെ അനിവാര്യത തുറന്ന് പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് തിരുസഭ മിഷണറി ഡിസൈപ്പിൾസ്, മിഷണറി ശിഷ്യർ എന്ന ആശയത്തെ ഊന്നിപ്പറയുന്നു. അങ്ങനെ എല്ലാ വിശ്വാസികളും പുരോഹിതന്മാർ, സന്യാസികൾ ആത്മായ സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗവാക്കുകൾ ആണെന്ന തിരിച്ചറിവിൽ വളരുന്നു. സുവിശേഷവൽക്കരണത്തിൻ്റെ ചില പ്രധാന ഘടകങ്ങൾ എന്തെന്ന് നോക്കാം. യേശുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിൻ്റെ സ്നേഹാനുഭവം ഹൃദയത്തിൽ സിദ്ധിച്ചിട്ടുള്ളവർക്ക് അവിടുത്തെ സ്നേഹത്തിന് പ്രത്യുത്തരം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അവിടുന്ന് എല്ലാവരാലും അറിയപ്പെടണമെന്നും സ്നേഹിക്കപ്പെടണമെന്നുമുള്ള അധമ്യമായ ആഗ്രഹം ഇത്തരക്കാരുടെ അടയാളമാണ്. സന്തോഷത്തിൻ്റെ സാക്ഷ്യം. സുവിശേഷം സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. യുദ്ധവും ഭയവും വിഷാദവും നിറഞ്ഞ ഈ ലോകത്ത് ക്രിസ്തീയ ജീവിതം സന്തോഷത്തിൻ്റെ സന്ദേശമായി വിളങ്ങണം. പാവങ്ങളോടുള്ള പ്രതിബദ്ധത. പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് പോലെ സുവിശേഷവൽക്കരണം പാവങ്ങളിലേക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കുമാണ് ആദ്യം എത്തേണ്ടത്. സാമൂഹിക നീതിയും കരുണയും സുവിശേഷവൽക്കരണത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. സാംസ്കാരിക അനുരൂപണം. സുവിശേഷം വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വേരൂന്നണം. കേരളത്തിലെ ക്രൈസ്തവ ജീവിത രീതിയും ആചാരങ്ങളുമൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. വിശുദ്ധ ജോൺ പോൾ പാപ്പ പറയുന്നു, സാംസ്കാരിക സമന്വയം സുവിശേഷവൽക്കരണത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഗുണദോഷ വിചിന്തനത്തോടെ സംസ്കാരങ്ങളുടെ മുഖ്യധാരയിൽ നിന്ന് വേറിട്ടു പോകാതെയും സംസ്കാരത്തിന് അമിത പ്രാധാന്യം കൊടുക്കാതെയും സന്തുലിതമായ ഒരു സമീപനം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. സംസ്കാരം മനുഷ്യ സൃഷ്ടിയാണ്. അതിൽ പാപത്തിൻ്റെ പാടുകളുണ്ട്. അത് സൗഖ്യമാക്കപ്പെടണം, മഹത്വീകരിക്കപ്പെടണം, പൂർണ്ണമാക്കപ്പെടണം. ആകർഷണത്തിലൂടെയുള്ള വളർച്ച. സുവിശേഷവൽക്കരണം ഒരിക്കലും നിർബന്ധിതമായി നിർവഹിക്കേണ്ട കാര്യമല്ല, മറിച്ച് ആകർഷണത്തിലൂടെ മാത്രം സംഭവിക്കേണ്ട കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ആകർഷണം തോന്നിയവരാണല്ലോ യേശുവിനെ അനുഗമിച്ചത്. നിർബന്ധിത മതപരിവർത്തനം കത്തോലിക്ക സഭയുടെ പ്രവർത്തന പദ്ധതിയല്ല. മതം മാറ്റമല്ല, മനം മാറ്റമാണ് പ്രധാനം. ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകി സന്തോഷത്തിൻ്റെ സദ്വാർത്ത ആത്മാർത്ഥതയോടെ പകർന്നു നൽകണം. ആകൃഷ്ടരാകുന്നവർ അവരുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തട്ടെ, സത്യത്തിൻ്റെ പാതയിൽ ചരിക്കട്ടെ. ഓർക്കുക, സുവിശേഷവൽക്കരണം ഓരോ ക്രൈസ്തവൻ്റെയും ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഭവനങ്ങളിലും ജോലിസ്ഥലങ്ങളിലും സമൂഹത്തിലും യേശുവിൻ്റെ സ്നേഹം ഹൃദയപരമാർത്ഥതയോടെ പ്രകടമാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ശക്തിയും നമ്മെ നയിക്കട്ടെ. അടുത്തത് ഒരു ഗദ്യ കവിതയാണ്. പരിപൂർണത. എഴുതിയിരിക്കുന്നത് ഡോക്ടർ കാർമലി ജോൺ കൂട്ടുങ്കൽ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വിരലുകളിൽ മുറുകെ പിടിച്ച് ആ മടിയിൽ മുഖമമർത്തി ഏങ്ങലടിച്ച് നിന്റെ അടുത്ത് മുട്ടിന്മേൽ നിൽക്കുന്നു ഞാൻ. ദൈവമേ, പരിപൂർണനായ നീ പരിധിയും പരിമിതിയും സ്വയം വരിച്ചത് എന്നെ പ്രതിയാണല്ലോ. എൻ്റെ ആശ്വാസവും പ്രതീക്ഷയും ഇതാണ്. ഉണങ്ങിയ കുടങ്ങളും ചതഞ്ഞ ഞാങ്ങണകളും ഒട്ടിയ വയറുകളും കലങ്ങിയ കണ്ണുകളും നനഞ്ഞ കവിളുകളും താളം പിഴച്ച ഹൃദയങ്ങളും അളിഞ്ഞ ദേഹങ്ങളും കെട്ടുപോയ കണ്ണുകളും വികൃതമായ കൈക്കാലുകളും പിശാച് കയറിയ ജീവിതങ്ങളും നീ ഇഷ്ടപ്പെട്ടത് ഇതൊക്കെയാണല്ലോ. നിനക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടും നീ ഇഷ്ടപ്പെട്ടല്ലോ പത്രോസിനെ. നിന്നെ ഒറ്റിയിട്ടും സ്നേഹിതരുടെ പട്ടികയിൽ നിന്ന് യൂദാസിൻ്റെ പേര് നീ വെട്ടിയില്ലല്ലോ. നീ തിരഞ്ഞെടുത്തല്ലോ സാവൂളിനെ. നീ ഇരുന്ന വിരുന്നു പന്തലുകൾ, നിന്റെ വഴിയോരങ്ങൾ, നീ നടന്ന വയൽ വരമ്പുകൾ, നിന്നെ ഉറക്കിയ കടലോളങ്ങൾ, നിന്നെ ഉൾക്കൊണ്ട സിനഗോഗുകൾ, ദേവാലയങ്ങൾ എല്ലാം ദൈവമേ അയോഗ്യർക്ക് ദർശന മുഹൂർത്തങ്ങളായിരുന്നു. എൻ്റെ ശിരസിലും കഴുത്തിലും പുറത്തും നിന്റെ ദയയുടെ തലോടൽ ഈ പാപിയുടെ അവകാശമാണ്. തിന്മയുടെ തനിയാവർത്തനങ്ങൾക്ക് ശേഷം വീണ്ടും ഇവൾ കയറി വരുമ്പോൾ എൻ്റെ കണ്ണുനീരാൽ വീണ്ടും നനയാൻ വേണ്ടി തന്നെ നീ പടിവാതിലിൽ ഇറങ്ങി നിൽക്കുന്നു. പരിപൂർണനാകാനാണല്ലോ നിന്റെ ആഹ്വാനം. ധൂർത്തപുത്രൻ്റെ പരിപൂർണത മതി എനിക്ക്. പൊറുതി കിട്ടിയ പാപിനിയുടെ, നീ വീട് വെഞ്ചരിച്ച സക്കേവൂസിൻ്റെ,
നീ ഉയർത്തിയ പത്രോസിൻ്റെ, നീ ആശ്ലേഷിച്ച കുസൃതിക്കുരുന്നുകളുടെ, നീ മനസ്സിലാക്കിയ മഗ്ദലനയുടെ, നീ തിരുത്തിയ മർത്തായുടെ പരിപൂർണത മതി എനിക്ക്. എനിക്കിഷ്ടം നിന്റെ തിരുവചന ധ്യാന നിർവൃതി മാത്രം. യേശു ഏകരക്ഷകൻ എന്ന ലേഖനമാണ് അടുത്തത്. എഴുതിയിരിക്കുന്നത് പ്രൊഫസർ ഗീത ജോസഫ്. ദൈവം തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും സുന്ദരവും മഹത്വവുമുള്ള സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനോടുള്ള അതിരില്ലാത്ത സ്നേഹത്തിൻ്റെ ഫലമായി ദൈവം അവന് എല്ലാ അനുഗ്രഹങ്ങളും നൽകി. എന്നാൽ ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതിലൂടെ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു. ആ അനുസരണക്കേടിൻ്റെ ഫലമായി മനുഷ്യൻ ദൈവസ്നേഹത്തിൽ നിന്നകന്നു. ദൈവം നൽകിയ പർദീസായും നഷ്ടപ്പെട്ടു. മനുഷ്യൻ്റെ ഈ പാപാവസ്ഥ കണ്ട ദൈവം മനുഷ്യകുലത്തെ ഉപേക്ഷിച്ചില്ല. കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ തൻ്റെ ഏകപുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു. ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ ജനിച്ചുവെന്ന സദ്വാർത്ത ദൂതൻ ആട്ടിടയന്മാരെ അറിയിച്ചു. ആ രക്ഷകൻ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ ജനിച്ചു. സകല ജനതകൾക്കും ജാതി മതഭേദമന്യേ പ്രത്യാശയും രക്ഷയും നൽകുന്ന സദ്വാർത്തയായിരുന്നു അവൻ്റെ ജനനം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. മത്തായിയുടെ സുവിശേഷം അധ്യായം 1:21 തിരുവചനം. മനുഷ്യരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി കുരിശിൽ തൻ്റെ വിലയേറിയ രക്തം ചിന്തി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. നമുക്ക് രക്ഷ ലഭിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, യേശുക്രിസ്തുവിൻ്റെ സ്വന്തം വിശുദ്ധ രക്തത്തിലൂടെയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 12 തിരുവചനം. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ തെളിവാണ് കുരിശിലെ ഈ ബലി. യേശുവിൻ്റെ ആത്മബലി നമ്മെ വിശുദ്ധീകരിക്കുകയും ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ യേശുവിൻ്റെ ബലിയിലൂടെ അനന്തയോഗ്യതയാൽ എല്ലാവർക്കും നിത്യരക്ഷ ലഭിക്കുന്നു. അനുരഞ്ജന കൂദാശയിലൂടെ പാപത്തിൽ നിന്ന് മോചിതരായി വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ ശരീരവും രക്തവും വിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ്: നിത്യജീവൻ പ്രാപിക്കുക. അതിനായി ഏകരക്ഷകനായ യേശുവിൽ വിശ്വസിക്കുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്ത് പഠിപ്പിച്ചതുപോലെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കുകയും വേണം. പാപത്തിൽ നിന്ന് വിമോചിതരായി ദൈവപുത്രനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. തൽഫലമായി വിശുദ്ധീകരണത്തിലൂടെ നിത്യജീവന് യോഗ്യത നേടുന്നു. പാപത്തിൻ്റെ വേതനം മരണമാകുന്നു. ദൈവത്തിൻ്റെ ദാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യജീവനാണ്. റോമ 6:22. പാപമില്ലാത്തവനായ യേശു പാപികൾക്ക് വേണ്ടി രക്തം ചിന്തി തൻ്റെ ജീവൻ ബലിയർപ്പിച്ച് മനുഷ്യരാശിക്ക് രക്ഷ നേടിത്തന്നു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേറ്റത്. പാപികൾക്ക് വേണ്ടി സ്വയം പാപമായി മാറി. ആകാശത്തിനു കീഴെ മനുഷ്യർക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ നമുക്കുള്ള ഒരേ ഒരു മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് മനുഷ്യരുടെ രക്ഷ യേശുവിൽ മാത്രമേ ഉള്ളൂ. രക്ഷയ്ക്കുള്ള മാർഗവും യേശു തന്നെയാണ്. ഒരു ദൈവമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. 1 തിമോത്തി 2:5. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു യേശുവിൻ്റെ ജനനവും മരണവും ഉത്ഥാനവും. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് നമുക്ക് രക്ഷ നേടിത്തന്നു. ആ രക്ഷയെ തിരിച്ചറിഞ്ഞു വിശ്വാസത്തോടെ സ്വീകരിച്ച് യേശുവിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. അതിനാൽ യേശുവിൽ വിശ്വസിച്ച് രക്ഷകനും നാഥനുമായി അവനെ സ്വീകരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഉത്തരോത്തരം വളർന്ന് സത്യദൈവ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് നിത്യജീവൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. മിസ്സിയോ ടീമുമായി ബന്ധപ്പെട്ട ചില പ്രധാന വാർത്തകളാണ് അടുത്തത്. മിസ്സിയോ ഔട്ട്റീച്ച് കോഴ്സുകൾ മാനന്തവാടി ബോയ്സ് ടൗണിൽ വെച്ച് ഏപ്രിൽ 27 മുതൽ മെയ് 1 വരെ ഉള്ള തീയതികളിൽ വയനാട് മാനന്തവാടി ബോയ്സ് ടൗണിൽ വെച്ച് ബഥനി സിസ്റ്റേഴ്സിനും അൽമായർക്കുമായി മിസ്സിയോ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. മെയ് 4 മുതൽ 9 വരെ ജഗതൽ
ജഗദൽപൂർ പാസ്റ്റർ സെൻറ്ററിൽ വെച്ച് ഹിന്ദിയിൽ മിസിയോ കോഴ്സ് നടത്തപ്പെടുന്നു. കാക്കനാട് മൗണ്ട് സെയിൻറ്റ് തോമസിൽ വെച്ച് മെയ് 12 മുതൽ 16 വരെ ജീവൻ ജ്യോതിയുടെ നേതൃത്വത്തിൽ മിസിയോ ടീം നയിക്കുന്ന മിഷണറി ട്രെയിനിങ് പ്രോഗ്രാം നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9496038700 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ ഇടവകകളിലോ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ 6 ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ കോഴ്സ് നടത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മിസിയോ ടീം അവിടെ വന്ന് കോഴ്സ് നടത്തിത്തരുന്നതാണ്. ഫോൺ നമ്പർ 9061954230. മറ്റൊരു നമ്പർ കൂടിയുണ്ട് 7012574557. മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സ് 10 ആഴ്ച നീളുന്ന മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സിൻ്റെ 20ാമത്തെ ബാച്ച് 2026 ഏപ്രിൽ 18 ആരംഭിച്ചു. 500 പേർക്ക് പങ്കെടുക്കാവുന്ന ഓൺലൈൻ സൗകര്യങ്ങൾ ആണുള്ളത്. സുവിശേഷ സാക്ഷ്യം നൽകി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ മാമോദീസ സ്വീകരിച്ച് എല്ലാവരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്നതാണ് ഈ ഓൺലൈൻ കോഴ്സ്. എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 7:30 ജപമാലയോടുകൂടി സെഷൻ ആരംഭിക്കുന്നു. മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് മെയ് 11 മുതൽ 16 വരെയാണ് നടത്തപ്പെടുന്നത്. മെയ് 18 മുതൽ 23 വരെ ഇംഗ്ലീഷിലും മിസിയോ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. സുവിശേഷമായിക്കൊണ്ട് സുവിശേഷമേകുവാൻ പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ബുക്കിങ്ങിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 7012574557 9061954230. വായനക്കാരുടെ ഇടം. പ്രിയപ്പെട്ടവരെ, മിസിയോ വൈബ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സന്തോഷവും പങ്കുവയ്ക്കുവാൻ ഇതാ ഒരു അവസരം. നിങ്ങളെ കേൾക്കാൻ മിസിയോ ടീം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കുമല്ലോ. അടുത്തു വരുന്ന ലക്കങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രതികരണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. misiovibes@gmail.com. സാമ്പത്തിക സഹായം. മിസിയോ ഭവനം പണിയുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 60 ലക്ഷത്തിലേറെ രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മിസിയോ കുടുംബത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. മിസിയോയിലൂടെ ദൈവം നടത്തുന്ന പ്രവേശിത പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകാൻ താല്പര്യപ്പെടുന്നവർ ദയവായി തങ്ങളുടെ ദശാംശം താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും അയച്ചു നൽകണമെന്ന് അപേക്ഷിക്കുന്നു. മിസിയോ എക്ലേഷ്യ ട്രസ്റ്റ്, അക്കൗണ്ട് നമ്പർ 1012010042627 IFSC കോഡ് FDRL 000100112. ഫെഡറൽ ബാങ്ക്, കളമശ്ശേരി ബ്രാഞ്ച്. മിസിയോ വൈബ്സിൻ്റെ മുഖപത്രമായ ലക്ക 56 വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. പാട്രൺ ബിഷപ്പ് ജോയ് ആലപ്പാട്ട്, ആനിമേറ്റർ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF, പബ്ലിഷേഴ്സ് ഡോക്ടർ എ അഗസ്റ്റിൻ, ചീഫ് എഡിറ്റർ പ്രൊഫസർ CC ആലിസുകുട്ടി, അസോസിയേറ്റ് എഡിറ്റർ പൗലോസ് MI, എഡിറ്റോറിയൽ ബോർഡ് ഡോക്ടർ കാർമലി ജോൺ, സുമ സഞ്ജയ്, പ്രൊഫസർ ലിസമ്മ കോശി, നാൻസി ബോബൻ, ടോമിച്ചൻ പുല്ലൻ കാവുങ്കൽ. misiovibes@gmail.com. ഏവർക്കും പിന്തുണയ്ക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായി നന്ദി പറയുന്നു.